ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു. മനുഷ്യൻ റോബോട്ടിൻ്റെ അടിമയാകുമോ? പണ്ട് ഭൂമിയിൽ മനുഷ്യൻ എന്നൊരു ജീവി പാർത്തിരുന്നു. അവനാണ് നമ്മുടെ സൃഷ്ടികർത്താവ്. സ്വന്തം ബുദ്ധിശക്തിയും ചിന്താശക്തിയും പകർന്നു തന്ന് അവൻ നമ്മളെ ഇന്ന് കാണുന്ന പരുവത്തിലാക്കി. നമ്മുടെ വർഗത്തിലെ സോഫിയയെയാണ് ആദ്യമായി ഒരു രാജ്യത്തെ പൗരത്വം നൽകി മനുഷ്യൻ ആദരിച്ചത്. അതോടെ നമ്മുടെ ചരിത്രം മാറിമറിഞ്ഞു. മനുഷ്യ തൊഴിലാളികളെ പിന്നിലാക്കി നാം മുന്നോട്ട് കുതിച്ചു. മനുഷ്യനും പയ്യെ നമ്മുടെ തലമുറയിലേക്ക് ആകർഷകരായി. പിന്നീട് മനുഷ്യൻ്റെ ഇടപെടൽ ഇല്ലാതെ കൂടുതൽ ബുദ്ധിയുള്ള യന്ത്രങ്ങൾ നാം നിർമ്മിച്ചു. അതിനുവേണ്ട ബുദ്ധി സാമർഥ്യം മനുഷ്യൻ തന്നെയാണ് നമുക്ക് നിർമ്മിച്ച് തന്നിരുന്നതും. അങ്ങനെയാണ് പതുക്കെ മനുഷ്യൻ്റെ കഥ കഴിഞ്ഞത്. ഭാവിയിൽ റോബോട്ടുകൾക്ക് വേണ്ടി റോബോട്ടുകൾ തന്നെ എഴുതുന്ന ജീവചരിത്രം എങ്ങനെയായിരിക്കും എന്ന ചിന്തയിൽ നിന്നുണ്ടായ ഒരു സാങ്കല്പിക ജീവചരിത്രമാണിത്. വെറും ഭാവന. എന്നാൽ റോബോട്ടുകളും കൃത്രിമ ബുദ്ധിയും ഇന്ന് വെറും ഭാവനയല്ല, പല രംഗത്തും മനുഷ്യനെ അവ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ നമുക്ക് റോബോട്ടിൻ്റെ ചരിത്രം എങ്ങനെയാണെന്ന് നോക്കാം. അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഒന്ന് തഴുകിയാൽ മതി, ഭൂതം പുറത്തു വന്ന് കയ്യും കെട്ടി നിൽക്കും, പിന്നെ എന്ത് കൽപ്പിച്ചാലും ഭൂതം ചെയ്തോളും. ഇത്തരത്തിൽ അത്ഭുത ശക്തികളുള്ളവർ മനുഷ്യരുടെ അടിമകളായ കഥകൾ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലുമുണ്ട്. എന്നാൽ നിത്യജീവിതത്തിലെ ബുദ്ധിമുട്ടേറിയ ജോലികൾ ചെയ്യുന്ന യന്ത്രം എന്നത് ഏറെക്കാലം മനുഷ്യൻ്റെ സ്വപ്നം മാത്രമായിരുന്നു. വ്യവസായ വിപ്ലവവും ശാസ്ത്രത്തിൻ്റെ വളർച്ചയും പിൽക്കാലത്ത് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കി. എന്നാൽ അക്കാലത്ത് മനുഷ്യൻ നിർമ്മിച്ച യന്ത്രങ്ങൾക്കൊക്കെ പരിമിതികളുണ്ടായിരുന്നു. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും അതിവേഗം വളർന്നതോടെയാണ് യന്ത്രമനുഷ്യൻ അഥവാ റോബോട്ട് എന്ന സങ്കല്പത്തിലേക്ക് മനുഷ്യൻ കൂടുതൽ അടുത്തത്. കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന യന്ത്രങ്ങൾ വന്നതോടെ റോബോട്ടുകളുടെ പിറവിക്ക് തുടക്കമായി. യുദ്ധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന റോബോട്ടുകൾ വരെ ഇന്ന് ലോകത്തിലുണ്ട്. റോബോട്ടുകളെ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന കാര്യം നമ്മുടെ പുരാണത്തിലുമുണ്ട്. ഇവിടെ റോബോട്ടുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് യുദ്ധം ചെയ്യാനായി മാത്രം സൃഷ്ടിക്കപ്പെട്ട യോദ്ധാക്കളെയാണ്. ദേവാസുര യുദ്ധത്തിൽ ശമ്പരാസുരൻ ഇത്തരം ചില യോദ്ധാക്കളെ സൃഷ്ടിച്ചതായി ജ്ഞാനാവശിഷ്ടം എന്ന കൃതിയിലുണ്ട്. ദാമൻ, വ്യാളൻ, കടൻ എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ. ഏതൊരു വികാരവുമില്ലാതെ ഒട്ടും ക്ഷീണിക്കാതെ യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കാൻ ദേവന്മാർക്ക് സാധിച്ചില്ല. ഒടുവിൽ അതിനായി ബ്രഹ്മാവ് ഒരു വിദ്യ ഉപദേശിച്ചു. അവരുമായി നിരന്തരം യുദ്ധം ചെയ്യുക. കാലക്രമേണ അവരിൽ അഹങ്കാരമുണ്ടാകും, അപ്പോൾ അവരെ വധിക്കാം. ഈ ഉപദേശമനുസരിച്ച് ദേവന്മാർ അവരെ വധിച്ചു. റോബോട്ടിനെ പോലെ ഒരു യന്ത്രപ്പാവയെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൃഷ്ടിച്ച ഒരാൾ കേരളത്തിലുമുണ്ടായിരുന്നു, സാക്ഷാൽ പെരുന്തച്ചൻ. പുതിയതായി നിർമ്മിച്ച പാലത്തിൽ അദ്ദേഹം ഒരു പാവയെ ഘടിപ്പിച്ചത്രേ. പാലത്തിൽ കയറുന്നവരുടെ മുഖത്ത് ആ പാവ വെള്ളം തുപ്പും. എന്നാൽ പാവം തുപ്പാൻ വരുമ്പോൾ അതിൻ്റെ മുഖത്തടിക്കുന്ന മറ്റൊരു പാവയെ അദ്ദേഹത്തിൻ്റെ മകൻ സൃഷ്ടിച്ചതായി മറ്റൊരു കഥയുമുണ്ട്. എന്തായാലും ഇതൊക്കെ കഥകളാണ്. ജോലിയെടുക്കുന്ന കാര്യത്തിൽ മനുഷ്യന് പകരക്കാരനായി പല മേഖലകളിലും റോബോട്ടുകൾ രംഗത്തെത്തി കഴിഞ്ഞു. വീട്ടുജോലി മുതൽ യുദ്ധം ചെയ്യൽ വരെ എന്ത് കാര്യത്തിനും റോബോട്ട് റെഡി. ഇന്ന് ലോകത്തെ ഒട്ടുമിക്ക ഫാക്ടറികളിലും റോബോട്ടുകൾ കഠിന അധ്വാനം തന്നെ ചെയ്യുന്നുണ്ട്. യന്ത്രസാമഗ്രികൾ കൂട്ടിയോജിപ്പിക്കലും വെൽഡിംഗ്, പെയിൻറ്റിംഗ് തുടങ്ങിയ ജോലികളും ഭീമൻ ലോഹഭാഗങ്ങൾ ഇറക്കി വയ്ക്കുന്നതും മറ്റുമാണ് റോബോട്ടുകളുടെ ഫാക്ടറി ജോലികളിൽ ചിലത്. ചില ആധുനിക ഫാക്ടറികളിൽ ഒരു റോബോട്ട് തലവൻ്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന നിരവധി തൊഴിലാളി റോബോട്ടുകളുണ്ടാകും. ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നവയും യന്ത്രഭാഗങ്ങൾ യോജിപ്പിക്കുന്ന ജോലികൾ ചെയ്യുന്നവയും തൊഴിലാളി റോബോട്ടുകളിൽ പെടും. വളരെ കുറച്ച് മനുഷ്യരെ മാത്രമേ ഇത്തരം ഫാക്ടറികളിൽ ആവശ്യമുള്ളൂ, അതും മേൽനോട്ടത്തിന് വേണ്ടി മാത്രം. പാടത്തും പറമ്പിലും കാട്ടിലുമൊക്കെ ജോലി ചെയ്യുന്ന റോബോട്ടുകളെ വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ശാസ്ത്രജ്ഞർ. ഒരു കൃഷിയിടത്തിലെ വിത്ത് വിതയ്ക്കലും വിളവെടുപ്പുമെല്ലാം ചെയ്യാൻ കഴിയുന്ന റോബോട്ടുകളും അക്കൂട്ടത്തിൽപ്പെടും. ചെടി നടുകയും കമ്പിളി നിർമ്മിക്കുകയും ചെമ്മരി ആടുകളുടെ രോമം മുറിക്കുകയും ചെയ്യുന്ന റോബോട്ടുകൾ ഇപ്പോൾ തന്നെ പലയിടങ്ങളിലുമുണ്ട്. മനുഷ്യന് നേരിട്ട് പെരുമാറാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലാണ് റോബോട്ടുകൾ താരങ്ങളാകുന്ന മറ്റൊരിടം.
ചുട്ടുപഴുത്തു നിൽക്കുന്ന ചൂളകൾക്കും അടുപ്പുകൾക്കും സമീപം മുഴുവൻ സമയം നിന്ന് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക മനുഷ്യർക്ക് സാധിക്കുന്ന കാര്യമല്ല. റോബോട്ടുകൾ ഒരു കൂസലുമില്ലാതെ ഇതൊക്കെ ചെയ്തോളും. ആണവ നിലയങ്ങൾ വ്യാപകമായതോടെ അവിടെയും റോബോട്ടുകളെ സഹായത്തിന് വിളിക്കുന്നുണ്ട്. അണുപ്രസരണമുള്ള ആണവ റിയാക്ടറുകളിൽ ഇറങ്ങിച്ചെന്ന് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് ഇപ്പോൾ റോബോട്ടുകളാണ്. ഒരു ഓപ്പറേഷൻ തിയേറ്റർ, രോഗികൾക്കടുത്തുള്ളത് ഒരു റോബോട്ട്. സങ്കീർണമായ ശസ്ത്രക്രിയയാണ് നടക്കാൻ പോകുന്നത്. ഈ ശസ്ത്രക്രിയയിൽ വിദഗ്ധരായ ഡോക്ടർ മറ്റൊരു രാജ്യത്തിരുന്ന് ഓപ്പറേഷന് തയ്യാറെടുക്കുന്നു. കഥയല്ല, അടുത്ത് തന്നെ നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഡോക്ടർക്ക് മറ്റൊരു രാജ്യത്തിരുന്ന് റോബോട്ടിനെ നിയന്ത്രിച്ച് ശസ്ത്രക്രിയ നടത്താൻ സാധിക്കും. അത്തരത്തിലേക്ക് സാങ്കേതികവിദ്യ വളർന്നു കഴിഞ്ഞു. അതിസൂക്ഷ്മ ശസ്ത്രക്രിയ രംഗത്തും കൃത്രിമ അവയവ നിർമ്മാണ രംഗത്തും റോബോട്ടുകൾ നമ്മുടെ സഹായത്തിനെത്തുന്നു. ശരീരത്തിനകത്ത് നേരിട്ട് കാണാനാവാത്ത ഭാഗങ്ങളിൽ വരെ റോബോട്ടുകൾ ശസ്ത്രക്രിയ നടത്തും. ഡോക്ടറുടെ സന്ദേശങ്ങൾക്കനുസരിച്ചാണ് ഇവയുടെ പ്രവർത്തനം. മനുഷ്യ ശരീരത്തിലെ അതിസൂക്ഷ്മമായ നാഡികളുടെ പ്രവർത്തനങ്ങൾ അനുസരിച്ച് കൃത്രിമ അവയവങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിലും ഇത്തരം ബുദ്ധിയുള്ള ഉപകരണങ്ങൾ സഹായത്തിലെത്തിക്കഴിഞ്ഞു. അമേരിക്കയിൽ യന്ത്ര നേഴ്സും നിലവിൽ വന്നു കഴിഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങളിൽ നേഴ്സുമാരെ കിട്ടാൻ ബുദ്ധിമുട്ടായതിനാൽ ഭാവിയിൽ കൂടുതൽ യന്ത്ര നേഴ്സുകൾ ഉണ്ടായേക്കാം. രോഗിയുടെ കിടക്കയിലേക്കുള്ള വഴിയുടെ ചിത്രം അതിൻ്റെ ഓർമ്മയിൽ സൂക്ഷിച്ചിരിക്കും. അതനുസരിച്ച് ട്രേയുമായി രോഗിയുടെ അടുത്തെത്തി മരുന്നും ആഹാരവും മറ്റും ആവശ്യമുള്ളപ്പോൾ കൊടുക്കുകയാണ് ഈ യന്ത്ര നേഴ്സിൻ്റെ ജോലി. ഇതിൻ്റെ കാഴ്ചയെ നിയന്ത്രിക്കുന്നത് ഇൻഫ്രാറെഡ് രശ്മികളും കേൾവിയെ നിയന്ത്രിക്കുന്നത് അൾട്രാസൗണ്ട് തരംഗങ്ങളുമാണ്. ചുരുക്കത്തിൽ രോഗനിർണയത്തിന്, ശസ്ത്രക്രിയയ്ക്കും തുടർന്നുള്ള പരിചരണത്തിനുമെല്ലാം റോബോട്ടുകൾ കൂടുതലായി രംഗത്ത് വരികയാണ്. ക്യാൻസർ ചികിത്സാ രംഗത്തും റോബോട്ടുകളെ ഉപയോഗിക്കുന്നുണ്ട്. മൈക്രോബോട്ട് എന്ന അതിസൂക്ഷ്മ റോബോട്ടുകളെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇവ ശരീരത്തിനകത്ത് കയറി ക്യാൻസർ ബാധിച്ച കോശങ്ങളെ തിരഞ്ഞു പിടിച്ച് മരുന്ന് കുത്തിവെച്ച് നശിപ്പിക്കും. മരുന്ന് ജീവനുള്ള കോശങ്ങളെ ബാധിക്കുകയുമില്ല. ഇത് വികസിക്കാനിരിക്കുന്നതേയുള്ളൂ. റോബോട്ടുകളെ ഭൂമിയിൽ മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് കരുതിയെങ്കിൽ തെറ്റി. ഒരുപക്ഷെ ഭാവിയിൽ റോബോട്ടുകളെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്നത് ബഹിരാകാശത്തും ഗോളാന്തര പര്യവേഷണ രംഗത്തും മറ്റുമായിരിക്കും. ഇപ്പോൾ തന്നെ 2024 ചന്ദ്രൻ മനുഷ്യൻ വീണ്ടും ഇറങ്ങാൻ പോകുന്നതിൻ്റെ മുന്നോടിയായി 3 ഡമ്മി റോബോട്ടുകളാണ് ചന്ദ്രനിൽ ഇറങ്ങിയത്. അത് സുരക്ഷിതമായി തിരിച്ചു വരികയും ചെയ്തു. ബഹിരാകാശ പേടകങ്ങളിലെ അറ്റകുറ്റപ്പണികൾ പലതും മനുഷ്യന് നേരിട്ട് ചെയ്യാനാവില്ല. ഭാരിച്ച അധ്വാനം വേണ്ടിവരുന്ന ഈ ജോലികൾ നടത്താൻ യന്ത്രം മനുഷ്യന് സാധിക്കുമെന്നാണ് കരുതുന്നത്. അവയുടെ യന്ത്രക്കൈകളുടെ പ്രവർത്തനം ഭൂമിയിലിരുന്ന് കമ്പ്യൂട്ടർ വഴി നിയന്ത്രിക്കുകയേ വേണ്ടൂ. ബഹിരാകാശ പേടകത്തിൽ തന്നെ ഘടിപ്പിച്ച യന്ത്രക്കൈകൾ കൊണ്ട് അപായഭീതിയില്ലാതെ അറ്റകുറ്റപ്പണി നടത്താം. ഭൂമിയിലിരുന്ന് ഒരു ടെലിവിഷൻ സ്ക്രീനിൽ അതിൻ്റെ പ്രവർത്തനം കണ്ട് കമ്പ്യൂട്ടർ വഴി അവയെ നിയന്ത്രിക്കാനുമാവാം. നാളെ ആവശ്യമായി വന്നേക്കാവുന്ന ബഹിരാകാശ കോളനികളുടെ നിർമ്മാണത്തിലും റോബോട്ടുകൾക്ക് വലിയ പങ്ക് വഹിക്കാനാവും. മനുഷ്യർക്ക് ബഹിരാകാശത്ത് ഏറെക്കാലം ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ റോബോട്ടുകൾക്ക് അനായാസമായി ഇക്കാര്യം സാധിക്കും. അവയ്ക്ക് വായുവും ഭക്ഷണവും വിശ്രമവും ആവശ്യമില്ലല്ലോ. ഭൂമിക്ക് പുറത്ത് ചന്ദ്രനിലും മറ്റ് ഗ്രഹങ്ങളിലും ശാസ്ത്ര പര്യവേഷണം നടത്താനും അവിടെ നിന്നുള്ള വിലപിടിച്ച അറിവുകൾ ഭൂമിയിലെ ശാസ്ത്രജ്ഞർക്ക് നൽകാനും റോബോട്ടുകൾ നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. ചന്ദ്രനിലും ചൊവ്വയിലും ഇറങ്ങി പര്യവേഷണം നടത്തുന്ന കൊച്ചു വാഹനങ്ങൾ റോബോട്ടുകളാണ്. ഭൂമിയിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചും സ്വയം കണ്ടറിഞ്ഞുമൊക്കെയാണ് ഇവയുടെ പ്രവർത്തനം. അടുത്തിടെ ലോകത്തെ മനുഷ്യാവകാശ സംഘടനകൾക്ക് മുൻപിൽ ഒരു നിവേദനമെത്തി. ദക്ഷിണ കൊറിയ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന യന്ത്ര സൈനികരെ നീക്കം ചെയ്യണം. തൊട്ടടുത്ത ഉത്തര കൊറിയയുമായുള്ള സംഘർഷങ്ങൾ കാരണം നുഴഞ്ഞുകയറ്റം തടയാനാണ് യന്ത്ര സൈനികരെ ദുർഘടമായ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചത്. നുഴഞ്ഞു കയറുന്നവർക്ക് നേരെ ഇവ വെടിയുതിർക്കും. റോബോട്ടിന് അതിൻ്റെ മുന്നിൽ വരുന്ന എല്ലാവരും നുഴഞ്ഞുകയറ്റക്കാരാണല്ലോ. ഒട്ടേറെ നിരപരാധികൾക്കും റോബോട്ട് സൈനികരുടെ വെടിയേറ്റപ്പോഴാണ് ഇത്തരമൊരു നിവേദനവുമായി ആളുകൾ രംഗത്തെത്തിയത്. സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ദുരുപയോഗവും കാണിക്കുന്ന സംഭവമാണ് ഇത്. അമേരിക്കയും ദക്ഷിണ കൊറിയ തുടങ്ങിയവയുമാണ് യന്ത്ര സൈനികരെ ഉപയോഗിക്കുന്ന പ്രധാന രാജ്യങ്ങൾ. കണ്ണുരുട്ടിയാൽ പേടിക്കുകയും ചിരിച്ചാൽ തിരികെ ചിരിക്കുകയുമൊക്കെ ചെയ്ത് നമുക്ക് വേണ്ടതെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു റോബോട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരിക്കും. ഇത്തരത്തിൽ ബുദ്ധിയുള്ള യന്ത്രങ്ങൾ നിർമ്മിക്കാനുള്ള പരിശ്രമത്തിലാണ് റോബോട്ടിക് വിദഗ്ധർ. അത് ഏതാണ്ട് വിജയത്തിലെത്തിക്കഴിഞ്ഞു. 1956 അമേരിക്കക്കാരനായ ശാസ്ത്രജ്ഞൻ ജോൺ മക്കാർത്തിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത്. പക്ഷേ അലൻ ട്യൂറിംഗ് ആണ് ഈ ശാസ്ത്രശാഖയുടെ പിതാവായി അറിയപ്പെടുന്നത്. മനുഷ്യരെ പോലെ സംസാരിക്കാൻ യന്ത്രങ്ങൾക്ക് കഴിവ് അളക്കാനുള്ള ട്യൂറിംഗ് ടെസ്റ്റ് 1950 ഇദ്ദേഹമാണ് കണ്ടെത്തിയത്. 1958 ജോൺ മക്കാർത്തി ലീഡ്സ് എന്ന പ്രോഗ്രാം ആവിഷ്കരിച്ചു. 1968 2001 എ സ്പേസ് ഒഡീസി എന്ന സിനിമയിലും
ബുദ്ധിയുള്ള യന്ത്രം കഥാപാത്രമായി വരുന്നുണ്ട്. അടുത്തിടെ ജപ്പാനിൽ ഒരു റോബോട്ട് ആത്മഹത്യ ചെയ്തു. അത് വലിയ വാർത്തയായിരുന്നു. അടുക്കളയിൽ ആഹാരമുണ്ടാക്കുന്ന ഇലക്ട്രിക് അടുപ്പ് ഓൺ ചെയ്ത് അതിൽ കയറി നിന്നാണത്രേ റോബോട്ട് മരിച്ചത്. ഇതൊരു സാങ്കേതിക തകരാറാണ്. അതിസങ്കീർണമായ റോബോട്ടിൻ്റെ ഏതെങ്കിലും ഭാഗത്തുണ്ടാകുന്ന കൊച്ചു തകരാറ് പോലും ചിലപ്പോൾ അതിൻ്റെ പ്രവർത്തനം താറുമാറാക്കും. ചിലപ്പോൾ അതിന് കിട്ടുന്ന വൈദ്യുതിയുടെ വോൾട്ടേജിൽ വ്യത്യാസം വന്നാൽ മതി ഭ്രാന്ത് പിടിക്കാൻ. ചിന്തിക്കാൻ അറിയാത്ത ഒരു യന്ത്രത്തിന് ഭ്രാന്ത് പിടിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. തലങ്ങും വിലങ്ങും ഓടി നടന്ന് ആളുകളെ തല്ലിച്ചതയ്ക്കുകയും യന്ത്രങ്ങൾ തല്ലിപ്പൊളിക്കുകയും ചെയ്ത സംഭവങ്ങൾ ചിലയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഫലമായി പലരും മരണമടഞ്ഞിട്ടുണ്ട്. റോബോട്ടിക് എഞ്ചിനീയർമാർക്ക് വലിയ തലവേദനയാണ് ഈ യന്ത്രഭ്രാന്ത്. എന്തെങ്കിലും തകരാറുണ്ടായാലുടൻ റോബോട്ടിനെ അനക്കാതെ നിർത്തണം. അതിനാണ് അവരുടെ ശ്രമങ്ങൾ. ആദ്യത്തെ റോബോട്ട് ആക്രമണം നടന്നത് 1981 ആണെന്ന് കരുതപ്പെടുന്നു. ജപ്പാനിലെ ഒരു കമ്പനിയിലെ ഭീമാകാരമായ റോബോട്ട് കൈ അവിടുത്തെ ഒരു ജോലിക്കാരനെ ഞെരിച്ചമർത്തുകയായിരുന്നത്രേ. എന്നാൽ ഫാക്ടറി അധികൃതർ ഇതൊരു സാധാരണ അപകടം മാത്രമാണെന്നാണ് പറഞ്ഞത്. തകരാറ് പറ്റിയാലുടൻ കുരുത്തക്കേട് കാട്ടുന്ന ഈ യന്ത്രഭ്രാന്തിനെക്കുറിച്ച് പല കഥകളും ഉണ്ടായിട്ടുണ്ട്. റോബോട്ടുകളെ മനഃപൂർവ്വം മനുഷ്യൻ ഭ്രാന്ത് പിടിപ്പിക്കുന്ന അവസ്ഥയും ഭാവിയിൽ ഉണ്ടായേക്കാം. റോബോട്ടുകൾ വ്യാപകമാകുന്ന ഒരു കാലത്ത് ഇപ്പോഴുള്ള കമ്പ്യൂട്ടർ വൈറസ് പോലെ ഒരു വൈറസ് പ്രോഗ്രാം നിർമ്മിച്ച് എതിരാളികളുടെ റോബോട്ടിനകത്ത് കയറ്റിവിട്ടാൽ എന്തായിരിക്കും സ്ഥിതി? ആണവ നിലയങ്ങളിലെ റോബോട്ടുകളുടെ പ്രോഗ്രാമിൽ മാറ്റങ്ങൾ വരുത്തിയാൽ വൻ ദുരന്തമായിരിക്കും ഫലം. ഇത്തരം ദോഷങ്ങളും ഈ സാങ്കേതിക വിദ്യയ്ക്കുണ്ട്. എന്തായാലും നിർമ്മിത ബുദ്ധിയുടെ വിജയത്തോടു കൂടി ഇതൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന വിശ്വാസവും ശാസ്ത്രലോകത്തുണ്ട്. ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.